സ്വാഗതം. ഞങ്ങളൊരു പുതിയ ഡിഷായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്തെന്ന് വെച്ചാൽ പാവയ്ക്ക കൊണ്ടൊരു കൂട്ടുകറിയാണ് ഇന്നതേ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പാവയ്ക്ക വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഭയങ്കര ഒരു മടിയാണ്. കാരണം അതിലുണ്ടാവുന്ന ഈ കയ്പില്ലേ, അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ കയ്പൊന്നും വരാത്ത രീതിക്ക് നമുക്കൊരു കൂട്ടുകറി ഇന്ന് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പാവയ്ക്ക കൊണ്ട് ഒരു കൂട്ടുകറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പാവയ്ക്ക കൂട്ടുകറിക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പാവയ്ക്ക നമ്മുടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഒരുവിധം ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്കാണ്. നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടാണ് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്ത് വേണ്ടത് സവാളയാണ്. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഫസ്റ്റ് പാലിന് എടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി കടുകുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മളിത് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഏറ്റവും നൈസായിട്ട് കുനുകുനാ അരിഞ്ഞ ഇഞ്ചിയാണിത്. നമുക്കിനി വേണ്ടത് ഉപ്പാണ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. തീരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുളിവെള്ളം ആവശ്യമാണ്. അപ്പോൾ പാവയ്ക്ക കൂട്ടുകറി വയ്ക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇത്രയാണ്. ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പാവയ്ക്ക കൂട്ടുകറി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാൻ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്നത് അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അടുത്ത പരിപാടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരുവിധം ബ്രൗൺ കളറിലോട്ടൊക്കെ ഒന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടി എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. അതേപടി തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ തയ്യാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ചേർക്കാൻ.
ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് മല്ലിപ്പൊടി, നമുക്കിപ്പോൾ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിനി നമ്മുടെ ആവശ്യത്തിന് എരിവിട്ട് കൊടുക്കാം. ഞങ്ങൾ അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്നവരാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒരു 1.25 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് എല്ലാം മിക്സ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലും നമ്മുടെ ഈ പാവയ്ക്കയുടെയും മിക്സും എല്ലാം കൂടി ചേർന്ന് വരുന്ന രീതിക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്ത് തന്നെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കൂട്ടുകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കൂട്ടുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഉഗ്രൻ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഇത് നമ്മൾ എത്ര വേണോ നമ്മൾ കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കൂട്ടുകാർ ഇവിടെ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പാവയ്ക്ക കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും